ഇത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ ഈ കലിക സൗഹൃദം ചായക്കട സൗഹൃദം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് സുരേഷ് ഗോപി പരിഷ്കൃത യുഗത്തിൽ പുറത്തെടുക്കുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചേരാന്നുള്ളൊരു മിഥ്യാബോധം അദ്ദേഹത്തിനുള്ളത്. അത് ഈ ആധുനിക ലോകത്തില് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഇതുപോലെ കലിംഗ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നാം എന്താ പറയണം, അദ്ദേഹത്തെ പോലെ ഒരാൾ ആ രീതിയിലുള്ള ചിന്താഗതി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഫലനമാണ്. ഇപ്പം നമ്മളെല്ലാം പോയി കലിംഗ സൗഹൃദം എന്നുള്ള പേരിട്ട് ഇപ്പൊ കലിംഗലില്ലെങ്കിൽ പോലും നാട്ടുകൂട്ടം പോലെ ചെറിയ ചെറിയ കൂട്ടങ്ങളോട് കൂടി ഇരുന്ന് സമ്പാദിക്കുക, അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ മേൽജാതി താനൊരു ഉന്നതത്തിലുള്ള ഒരാളാണ്, സാധാരണക്കാരൻ്റെ അടുത്ത് സമീപിക്കാൻ പാടില്ല, മുത്തശ്ശിമാരുടെ കൈ കൊടുത്താൽ അപ്പോഴേ കൈകൊണ്ട് പാത്രത്തിൽ വെള്ളമൊഴിച്ച് കഴുകിക്കളയുന്ന ഈ പറയുന്ന ഈ സവർണ മനോഭാവം സുരേഷ് ഗോപി ആദ്യം മാറ്റിയിട്ടാട്ടെ കലിംഗ സൗഹൃദം കൊണ്ടുവരാനായിട്ട്. അദ്ദേഹം ഏതോ ഉയരങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. താഴേക്കിടയിലുള്ളവരായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് മുഖം തിരിക്കുക, പ്രത്യേക അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഇനി കലിംഗ സൗഹൃദമായിട്ട് വന്ന BJP കേരളത്തിൽ അതിനെ ഒരു കോമഡി ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങൾ, അദ്ദേഹം വ്യക്തിപരമായിട്ടൊരു നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ശൈലികളും വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിവേദനം കൊടുക്കാൻ പോയ ആളിനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം നമുക്കറിയാമല്ലോ. തന്നെയുമല്ല, അതിപ്പോ ഞാൻ അങ്ങനെ പറ്റിപ്പോയതാണ്, തെറ്റുപറ്റിപ്പോയതെന്നൊക്കെ അദ്ദേഹം പിന്നെ തിരുത്തി പറയേണ്ട സാഹചര്യം ഉണ്ടായി. ഇതൊന്നും അല്ല ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് MP, കേന്ദ്രമന്ത്രിസഭയിലെ സഹമന്ത്രിയൊക്കെ ഈ രീതിയിലൊന്നുമല്ല പ്രവർത്തിക്കണേ. കേരളം പോലൊരു സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയ ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആയ ഒരു കാലഘട്ടത്തിൽ അപ്ഡേഷൻസ് വലിയ വിപുലമായ രീതിയിൽ ഓരോ വ്യക്തിയിലെയും മുമ്പിലേക്ക് വിരൽത്തുമ്പിൽ വരുമ്പോൾ കലിംഗ സൗഹൃദമായിട്ട് ഇനിയിപ്പോ BJP വളർത്താന്നൊക്കെയുള്ള വികല ചിന്തകള്, അപരിഷ്കൃത ചിന്തകള് ഇദ്ദേഹം എങ്ങനെയാണ് വെച്ചു പുലർത്തുന്നത്, ഇതിനെയൊക്കെ ഞാൻ പറയാം, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അദ്ദേഹം പതിവായിട്ട് നടത്തുന്ന രീതിയിലുള്ള കോമഡികളുടെ ഒരു ആവർത്തനം നല്ലതാണ്. ഇതിനൊരു ഗ്രാവിറ്റിയും കേരളത്തിൽ ഒരു മാധ്യമ പ്രാധാന്യം പോലും കൊടുക്കരുത്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ അദ്ദേഹം മനുഷ്യന്റെ മനസ്സ് വായിച്ച് ആധുനിക ലോകത്തിന്റെ പരിപ്രേക്ഷയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് ആ കേന്ദ്ര സഹമന്ത്രി ശ്രദ്ധിക്കേണ്ടതാണ്. അത് തന്നെയുമല്ല, ഈ അടുത്ത കാലത്തുണ്ടായ പല വിവാദങ്ങളിൽ അദ്ദേഹം മൗനം പാലിച്ചുകൊണ്ട് ഒരു അക്ഷരം പോലും ഉണ്ടാകും. തന്റെ നിയോജകമണ്ഡലത്തിൽ പോലും സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് മറുപടി പോലും പറയാതെ കണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്നൊരു ഒരു കേന്ദ്രമന്ത്രി സഹമന്ത്രിയായ സുരേഷ് ഗോപി നാട്ടുകൂട്ടത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ കലിംഗിന്റെ അടുത്ത് പോയി സൗഹൃദം ഉണ്ടാക്കി വികസന പദ്ധതികൾ ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ ജനങ്ങളുമായിട്ടുള്ള സംവാദം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതിനെ ഒരു തമാശയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനൊരു വാർത്താ പ്രാധാന്യം പോലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ ഈ മൗനം പാലിക്കുന്നത്. നമുക്കറിയാം കന്യാസ്ത്രീകളുടെ വിഷയം. അതേപോലെ തന്നെയാണ് അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ ഒരു സിനിമ അദ്ദേഹമാണ് നായകനായിട്ട് അഭിനയിച്ചത്. ഈ ഒരു സിനിമ എത്രത്തോളം പ്രതിസന്ധി നേരിട്ടതാണ്. ആ സംവിധായകനൊക്കെ തന്നെയും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ ആ ഒരു സിനിമയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൂലാമാലകളും കൊണ്ട്. പക്ഷെ അപ്പോഴും അതിൻ്റെ പ്രധാന നടനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ നമുക്കറിയാം, അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് തന്നെ ആക്ഷൻ എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ആ മൗനിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇതുപോലെയുള്ള സൗഹൃദ വികസന സംവാദം എന്നൊക്കെയുള്ള പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉദ്ദേശ ശുദ്ധിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പോലും അത് ഒളിച്ചോടി കഴിഞ്ഞ് അതിൽ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനങ്ങൾ വാസ്തവമാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കേന്ദ്ര സഹമന്ത്രി എന്നുള്ള അധികാര പദവിയെ പോലും ചോദ്യം ചെയ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അതിന്റെ അണിയറ പ്രവർത്തകർ, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവര് എല്ലാം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റി പോവുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹം അവിടെയൊക്കെ മൗനികയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, അതിനുശേഷമുള്ള ഉണ്ടായ മൗനങ്ങള് ഇപ്പം കന്യാസ്ത്രീ വിഷയത്തിലാണ് തന്നെ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അകാരണമായിട്ട് 9 ദിവസം സെൻട്രൽ ജയിലിൽ പാർപ്പിച്ച ആ വിഷയത്തില് ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിനോട് ചേർന്ന് അങ്കമാലി സ്വദേശിനെ ഒരു കന്യാസ്ത്രീ പോലും ഉണ്ടായിട്ട് ഒരക്ഷരം പോലും ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിക്കാനായിട്ട് തൃശ്ശൂർ പരക്കം പാഞ്ഞ തൃശ്ശൂരിലെ മാതാവിന്റെ പിച്ചള സ്വർണം പൂശിയ കിരീടമൊക്കെ വെച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് നേടണമെന്ന് വ്യാമോഹിച്ച് നടന്ന ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആ മനുഷ്യൻ ഒരു മാസക്കാലത്തോളം ഈ സമയം ഇതിനെക്കുറിച്ച് അക്ഷരം പോലും വേണ്ടി ഇന്നും ഇതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൂടുമ്പോൾ നമുക്ക് ഇതിനൊരു തമാശയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്ന പോലെ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുന്ന സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് ഇനി ജനങ്ങളുടെ ചുറ്റും നിന്ന് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാൻ സാധിക്കുക? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതായത് ഞാൻ പറഞ്ഞ മലമോളിൽ അല്ലെങ്കിൽ രമ്യകർമ്മത്തിന്റെ മുകളിൽ നിന്ന് താൻ താഴോട്ടിറങ്ങിയിട്ടില്ല. ഇപ്പോഴെന്നാണ് അതിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്നത്. താൻ പ്രത്യേക ഒരു സവർണ വിഭാഗത്തിന്റെ താൻ
അടുത്ത ജന്മം ബ്രാഹ്മണനാണെന്നും ശബരിമല ശാന്തിയാണെന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ ഈ മനുഷ്യൻ 1-2 നൂറ്റാണ്ടുകൾക്ക് പുറകിലത്തെ ഈ എന്താ പറയുക വർണ്ണ വിവേചന കാലഘട്ടങ്ങളിലെ ജന്മി മനോഭാവമായിട്ട് നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ഇങ്ങനെയുള്ളൊരു കാലഘട്ടങ്ങളിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല. അതിനെ ജനങ്ങൾ പുച്ഛിച്ചതുകൊണ്ടും അതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.